ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. പ്രീമിയർ ലീഗിൽ ഈ ഒരു സൺഡേ ഒരു വമ്പൻ പോരാട്ടത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇറ്റ്സ് ആർസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. സോ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഈ ഒരു ഫിക്സ്ചർ പ്രീമിയർ ലീഗിൽ സെക്കൻഡ് ഹാഫിൽ വരുന്നത് ഒരു ടൈറ്റിൽ ഡിസൈഡിങ് മാച്ച് ആയിട്ടായിരിക്കുമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് ടീമുകൾക്കും അത്ര പ്രതീക്ഷിച്ച പോലെയല്ല ഈ സീസണിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇഞ്ചുറി കൺസേൺസ് വന്നു, അറ്റാക്കിങ്ങിൽ താളം കണ്ടെത്താൻ ഒരുപാട് സമയത്ത് കഴിയാതെ വന്നു. അതേപോലെ കഴിഞ്ഞ രണ്ട് സീസണിലെ പോലെ ഒരു സ്ഥിരത പുലർത്താൻ അവർക്ക് ഈ സീസണിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പെപ് ഗാർഡിയോളയുടെ കീഴിൽ ഏറ്റവും വലിയൊരു ഡൗൺഫാളിലൂടെയാണ് സിറ്റി കടന്നു പോയത്. അതിനുശേഷം തിരിച്ചുവരവിൻ്റെ ബേബി സ്റ്റെപ്സ് വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ സിറ്റി. സോ രണ്ട് ടീമുകളും അത്ര ഗ്രേറ്റ് ഷേപ്പിലാണ് എന്ന് പറയാൻ കഴിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ആർസണൽ വേഴ്സസ് സിറ്റി, ആർട്ടറ്റ വേഴ്സസ് പെപ് ഗാർഡിയോള. സോ ഒരു ടൈറ്റിൽ ഡിസൈഡിങ് മാച്ചിൻ്റെ ഒരു ഹൈപ്പ് ഇല്ലെങ്കിലും ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ് സൺഡേ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ എല്ലാവരെയും കാത്തിരിക്കുന്നത്. സോ ആ ഒരു മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. സോ ഇനി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ആർസണൽ രണ്ടാം സ്ഥാനത്താണ് നിലവിലുള്ളത്. 47 പോയിന്റ് 23 മത്സരങ്ങൾക്ക് ശേഷം. ടേബിൾ ടോപ്പേഴ്സായ ലിവർപൂളിൽ നിന്നും 6 പോയിന്റ് താഴെയാണ് ആർസണൽ നിൽക്കുന്നത്. ലിവർപൂളാണെങ്കിൽ ഒരു മത്സരം കുറച്ചേ കളിച്ചിട്ടുള്ളൂ. ഇനി സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി സിറ്റി 4ാം സ്ഥാനത്താണുള്ളത്. 41 പോയിന്റ് 21 മത്സരങ്ങൾക്ക് ശേഷം. സോ അതായത് ആർസണലിൽ നിന്ന് 6 പോയിന്റ് ഗ്യാപ്പ്, ലിവർപൂളിൽ നിന്ന് 12 പോയിന്റ് ഗ്യാപ്പിലാണ് ഇപ്പോൾ സിറ്റി നിൽക്കുന്നത്. സോ ഇനിയിപ്പോൾ റീസെൻറ്റ് ഫോം നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിറ്റി കഴിഞ്ഞ 6 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഒരെണ്ണം പോലും തോറ്റിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ റീസെൻറ്റ് മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലാണ് ഇപ്പോൾ മിഡ് വീക്കിൽ അവർ ലാസ്റ്റ് കളിച്ചത്. ക്ലബ് ബ്രൂഗെ ആയിട്ടാണ് ഒരു മത്സരം ഉണ്ടായിരുന്നത്. സോ അതൊരു ഹോം മാച്ചായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മത്സരമായിരുന്നു. കാരണം ആ ഒരു മത്സരം ജയിച്ചാൽ മാത്രമാണ് സിറ്റിക്ക് ടോപ്പ് 24 ഒരു സ്ഥാനം കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. ബട്ട് എനിവേ ആ ഒരു മത്സരത്തിൽ ഒരു ഗോളിന് പിറകിൽ നിന്നതിന് ശേഷം 3 ഗോൾ തിരിച്ചടിച്ചാണ് അവർ ഒരു ക്രൂഷ്യൽ വിജയം നേടിയത്. അതിന് തൊട്ട് മുമ്പത്തെ അവരുടെ പ്രീമിയർ ലീഗ് മത്സരം ലാസ്റ്റ് വീക്ക് നടന്നത് ചെൽസിക്കെതിരെയായിരുന്നു. ഒരു തകർപ്പൻ 3-1 വിക്ടറി അവിടെയും സിറ്റിക്ക് കിട്ടി എന്നുള്ളതാണ്. ഇനി ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 13 പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഒരെണ്ണം പോലും ആർസണൽ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഇടയിലും കുറേ ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരുന്ന കുറച്ച് സമനിലകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഹോം മാച്ച് ആസ്റ്റൺ വില്ലയ്ക്കെതിരെ 2 ഗോളിൻ്റെ ലീഡ് എടുത്തതിന് ശേഷം 2 ഗോൾ വഴങ്ങി സമനില വഴങ്ങിയതാണ് അതിൻ്റെ അവസാന കണ്ണിയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനുശേഷം ലാസ്റ്റ് കളിച്ച പ്രീമിയർ ലീഗ് മത്സരത്തിൽ 10 ആളെ ചുരുങ്ങിയിട്ട് കൂടി 1-0 ഒരു വിക്ടറി വൂൾസിനെതിരെ നേടി എന്നുള്ളതാണ്. പക്ഷേ അവിടെ വൂൾസും 70ാമത്തെ മിനിറ്റ് ഇപ്പോൾ 10 ആളെ ചുരുങ്ങിയിരുന്നു എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിവേ പിന്നീട് കളിച്ചത് മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരമായിരുന്നു ജിറോണയ്ക്കെതിരെ. അവിടെ കംഫർട്ടബിൾ ആയിട്ട് ഒരു 2-1 വിക്ടറി ആർസണലിന് നേടാൻ കഴിഞ്ഞു. സോ രണ്ട് ടീമുകളുടെയും കറണ്ട് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസ്, ഈ അടുത്തുള്ള പാസ്റ്റ് പെർഫോമൻസസ് എല്ലാം വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് ടീമുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. സിറ്റി ആണെങ്കിൽ അവരുടെ ഒരു തിരിച്ചുവരവിന് ബേബി സ്റ്റെപ്സ് വെക്കുമ്പോൾ ആർസണൽ പതിയെ അവരുടെ താളം കണ്ടെത്തുന്ന ഒരു പെർഫോമൻസാണ് ഇപ്പോൾ റീസെൻ്റ്ലി കാണാൻ കഴിയുന്നത്. സോ ഇനി ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളും പറയുകയാണെങ്കിൽ രണ്ട് ടീമിനും നല്ല രീതിയിൽ ഇഞ്ചുറി കൺസേൺസ് പറയാനുണ്ട് എന്നുള്ളതാണ്. ആദ്യം സിറ്റിയുടെ ഇഞ്ചുറി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ബാലൻഡിയർ വിന്നറായ റോഡ്രി ഈ സീസണിലേക്ക് റൂൾഡ് ഔട്ടാണ്. സോ ഇനി മറ്റുള്ള ഇഞ്ചുറി ലിസ്റ്റിലെ പ്ലേയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്കു, റൂബൻ ഡയാസ് PSG മത്സരത്തിന് ശേഷം അദ്ദേഹം അഗൈൻ ഇഞ്ചേർഡായി. നേതൻ എക്കെ, ഓസ്കർ ബോബ് എന്നീ പ്ലേയേഴ്സാണ് ലിസ്റ്റിലുള്ളത്. അതിനകത്ത് ഓസ്കർ ബോബിൻ്റെ കാര്യം പറയേണ്ടതുണ്ട്. അദ്ദേഹം ഓൾറെഡി ഫ്രാക്ചറൊക്കെ കഴിഞ്ഞ് ഫുൾ ഫിറ്റ്നസ്സിലേക്ക് റിക്കവർ ചെയ്ത് വരുന്ന പ്ലെയറാണ്. അസസ്മെൻറ്റ് സ്റ്റേജിലാണ് പ്ലെയർ. സോ മേ ബി ഫസ്റ്റ് ടീമിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടിയേക്കാം ഒരു മത്സരത്തിലേക്ക്. അത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇനി ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ അറ്റാക്കിങ്ങിൽ തന്നെ അവർക്ക് 2 നഷ്ടങ്ങളുണ്ട്. ഒന്ന് ഗബ്രിയേൽ ജീസസും, മറ്റൊന്ന് അവരുടെ സ്റ്റാർ പ്ലെയറായ ബുക്കായോ സാക്കയാണ് ആർസണലിന് നഷ്ടമായിരിക്കുന്നത്. ഇനി ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ബെൻ വൈറ്റും ടോമിയാസും ഇഞ്ചേർഡ് ആയിരുന്നു, കുറേ കാലമായിട്ട് ടീമിൻ്റെ കൂടെ ഇല്ല. പക്ഷേ അതിലിപ്പോൾ ബെൻ വൈറ്റ് ട്രെയിനിങ് കാര്യങ്ങളിലേക്കൊക്കെ വന്നു, പക്ഷേ ഫസ്റ്റ് ടീമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടില്ല ഇതുവരെ. ഇനി പുതിയതായിട്ടൊരു ഇഞ്ചുറി കൺസേൺ ആർസണലിന് വന്നത് ഡേവിഡ് റായയാണ്. സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പറായ ഡേവിഡ് റായ. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കാരണം, ആ ഒരു ഇഞ്ചുറി കൺസേൺ ഉള്ള കാരണം ഈ മിഡ് വീക്കിലെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഡേവിഡ് റായനെ ഇറക്കിയിരുന്നില്ല. പകരം നെറ്റോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ കീപ്പറായ നെറ്റോയാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് സ്റ്റാർട്ട് കിട്ടിയത് ആർസണലിന് വേണ്ടി.
സോ ഡേവിഡ് റായയുടെ കാര്യം ഒരു 50% ചാൻസ് ആണ് പറയുന്നത്, റൂൾഡ് ഔട്ട് ആക്കിയിട്ടില്ല. സോ കണ്ടറിയണം ഞായറാഴ്ച ഒരു പ്ലെയർ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ ഇനി നമ്മൾ നോക്കുന്നത് ഈ രണ്ട് ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് ലൈനപ്പ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നമ്മൾ ലൈനപ്പ് പറയുകയാണ്. വിസിറ്റേഴ്സായ സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്, ഒരു എക്സ്പെക്റ്റഡ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഒരു 4-2-3-1 ഫോർമേഷനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പെപ് ഗാർഡിയോള ഇറക്കാനായിട്ട്. സോ അതിലെന്തായാലും ഗോൾ കീപ്പിംഗിൽ എഡേഴ്സനാണ്, ലെഫ്റ്റ് ബാക്കിൽ ഗ്വാർഡിയോളാണ്, റൈറ്റ് ബാക്കിൽ മാത്യൂസ് ന്യൂനസ് ആണ് ഇപ്പോൾ ആ ഒരു പൊസിഷൻ ഫിൽ ചെയ്യുന്നത്. ബട്ട് ഐ തിങ്ക് റിക്കോ ലൂയിസിനും ചെറിയ ചാൻസ് കാണുന്നുണ്ട്. ആൻഡ് സെൻറ്റർ ബാക്ക് പെയറിങ്ങിലാണ് ലാസ്റ്റ് ചെൽസി മാച്ചിൽ നിന്ന് വരുമ്പോൾ ചെറിയൊരു ചേഞ്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ക്യൂസനോവ ആ ഒരു മത്സരത്തിൽ സ്റ്റാർട്ടറായിരുന്നു. സോ ആ ഒരു മത്സരത്തിൻ്റെ തുടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഒരുപാട് പോകുന്നത് എല്ലാവരും കണ്ടതാണ്. ആ ഒരു ഭയന്ന് വിറച്ച് നിൽക്കുന്ന ആ ഒരു ഫേസ് വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയതാണ്. സോ എനിക്ക് തോന്നുന്നില്ല എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഇതേപോലെ ഒരു വലിയ മത്സരത്തിലേക്ക് അദ്ദേഹത്തെ അഗെയിൻ ഒരു സ്റ്റാർട്ടറായിട്ട് തള്ളിവിടാൻ പെപ് ഗാർഡിയോള തയ്യാറാകുമെന്ന്. സോ ഐ തിങ്ക് ജോൺ സ്റ്റോൺസ് ആയിരിക്കും മാനുവൽ അക്കാഞ്ചിക്ക് പെയറായിട്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ കൊവാച്ചിച്ചും ഗുണ്ടോഗനും ആയിരിക്കും. അതേപോലെ അറ്റാക്കിംഗ് 3-ൽ ബെർണാർഡോ സിൽവ, ഫോഡൻ ആൻഡ് ഒമർ മർമോഷിന് നല്ലൊരു ചാൻസ് ഈ ഒരു മത്സരത്തിലും കാണുന്നുണ്ട്. ലാസ്റ്റ് ചെൽസി മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഡിബ്രോയിനെ ഫ്രം ദി ബെഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും വരിക. അതേപോലെ മിഡ്ഫീൽഡർ സവീനോയും അതേപോലെ തന്നെയായിരിക്കും വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് സ്ട്രൈക്കറായിട്ട് എന്തായാലും എർലിംഗ് ഹാലൻഡ് ദ വൈക്കിംഗ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. സോ ഇനി ആഴ്സണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 4-3-3 ഫോർമേഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഗോൾ കീപ്പിങ്ങിൽ ഇപ്പോൾ റായയുടെ കാര്യം പറഞ്ഞു 50% ആണ് പറയുന്നതെങ്കിലും ഐ തിങ്ക് ഡേവിഡ് റായ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വൂൾസ് മാച്ചിൻ്റെ കാര്യം, ലാസ്റ്റ് ആഴ്സണലിൻ്റെ പ്രീമിയർ ലീഗ് മത്സരത്തിൽ 10 ആളായി ചുരുങ്ങിയ കാര്യം പറഞ്ഞിരുന്നു. അന്ന് ആ ഒരു മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിപ്പോയത് ലൂയിസ് കെല്ലിക്കായിരുന്നു. 18 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ അതിനുശേഷം ആഴ്സണൽ അപ്പീലിന് പോയതിന് ശേഷം ഒരു മൂന്ന് മത്സരത്തിലെ ബാനാണ് ആദ്യം കിട്ടിയിരുന്നത്. അത് റിവേഴ്സ് ചെയ്തിരുന്നു. സോ ലൂയിസ് കെല്ലി അവൈലബിൾ ആണ്, കലഫ്യൂറിയും ആ ഒരു പൊസിഷനിൽ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലൂയിസ് കെല്ലി പോയതിന് ശേഷം കലഫ്യൂറി ആ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു, വിന്നിംഗ് ഗോൾ നേടി. അതിനുശേഷം മിഡ് വീക്കിൽ ജിറോണയ്ക്കെതിരെ നല്ലൊരു പെർഫോമൻസ് തന്നെ കലഫ്യൂറി കാഴ്ചവെച്ചു. സോ ഐ തിങ്ക് മേ ബി കലഫ്യൂറിക്കായിരിക്കും ചെറിയൊരു എഡ്ജ് ഒരു മത്സരത്തേക്ക് വരുമ്പോൾ എന്നുള്ളതാണ്. ലാസ്റ്റ് ടൈം സിറ്റീനെ ഫേസ് ചെയ്തപ്പോഴും കലഫ്യൂറിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സ്ക്രീമർ ഗോൾ ഉണ്ടായതാണ്. സോ ഐ തിങ്ക് കലഫ്യൂറിക്ക് ചെറിയൊരു എഡ്ജ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ. സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിട്ട് നമ്മുടെ ഗബ്രിയലും സാലിബയും തന്നെ ഒരു ഡൗട്ടുമില്ല. റൈറ്റ് സാലിബ കഴിഞ്ഞ മത്സരത്തിൽ ജിറോണയുടെ മത്സരത്തിൽ ബെഞ്ചിലായിരുന്നു. സോ എന്തായാലും ആ ഒരു പ്ലെയർ ഈ മത്സരത്തിൽ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു. സോ ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ജൂലിയൻ ടിംബർ. ഇനി മിഡ്ഫീൽഡ് 3-ലേക്ക് ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡെഗാർഡ്, തോമസ് പാർട്ടേ, ഡെക്ലാൻ റൈസ്. ഇനി അറ്റാക്കിംഗ് 3-യുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് സ്ട്രൈക്കിംഗ് റോളിൽ അല്ലെങ്കിൽ സെൻട്രൽ 9 റോളിലേക്ക് കളിക്കാനായിട്ട് എന്തായാലും കായ് ഹാവേർട്സ് തന്നെയാണ്. ഒരു 90 മിനിറ്റ്സ് പെർഫോമൻസ് അഗെയിൻ കായ് ഹാവേർട്സിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടി വരും. മറ്റൊരു സ്ട്രൈക്കറെ ആഴ്സണൽ സൈൻ ചെയ്യാത്തടത്തോളം. സോ ഇനി റൈറ്റ് വിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് നിൽക്കുന്ന ഈതൻ ന്യൂനറി എന്ന് പറയുന്ന 17 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് കാണണമെന്നാണ് മിക്ക ആഴ്സണൽ ഫാൻസും, എല്ലാ ആഴ്സണൽ ഫാൻസും, ഓൾമോസ്റ്റ് 99% ആഴ്സണൽ ഫാൻസും എക്സ്പെക്ട് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റിൽ മാർട്ടിനെല്ലി ഓർ ട്രോസാർഡാണ് പിന്നെയുള്ള ഓപ്ഷൻസ്. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഞാൻ പറയും മാർട്ടിനെല്ലിയാണ്. കാരണം ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെല്ലി കുറച്ച് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ബെറ്റർ പെർഫോമൻസ് ആഴ്സണലിന് വേണ്ടി നടത്തി കൊടുത്തു പോരുന്നുണ്ട്. സോ ഐ തിങ്ക് മാർട്ടിനെല്ലിയെ തന്നെ ആ ഒരു പൊസിഷൻ വിശ്വസിച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഇനി റൈറ്റ് വിങ്ങിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ആർട്ടറ്റയ്ക്ക് വേണമെങ്കിൽ ട്രോസാർഡിനെ ലെഫ്റ്റ് വിങ്ങിലും മാർട്ടിനെല്ലിയിലെ റൈറ്റ് വിങ്ങിലും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അതത്ര വർക്കൗട്ട് ആവാറില്ല. മാർട്ടിനെല്ലി ഓൺ ദ റൈറ്റ് വിങ് അത്ര അങ്ങോട്ട് വെടിപ്പാവാറില്ല. സോ ഇതന്നെയൊരു എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആഴ്സണലിന് ബെറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ആഴ്സണൽ ഫാൻസും വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ഫ്രം ദിസ് മാച്ച് എന്നുള്ളതാണ്. ആഴ്സണൽ ഫാൻസ് എല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും സിറ്റി ഒരു 6 ആഴ്ച മുമ്പ് അവരായിട്ടുള്ള മത്സരം സിറ്റിയായിട്ടുള്ള മത്സരം വന്നിരുന്നതിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എന്നുള്ളത്. കാരണം ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ അറ്റാക്ക് അത്രയധികം ഗോളുകൾ കണ്ടെത്തുന്നുണ്ടായില്ല. ഡിഫൻസ് വല്ലാതെ പൊളിഞ്ഞൊരവസ്ഥയായിരുന്നു. മിഡ്ഫീൽഡിനും കടപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അറ്റാക്കിംഗ് ലൈൻ കുറച്ചും കൂടി ഗോൾസ് എല്ലാം കണ്ടെത്തി തുടങ്ങി. ഡിഫൻസ് അത്യാവശ്യം ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ തുടങ്ങി. പക്ഷേ മിഡ്ഫീൽഡ്, അവരുടെ ഏജ്ഡ് മിഡ്ഫീൽഡ് അത്ര അങ്ങോട്ട് ഇപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ആഴ്സണലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി ആഴ്സണൽ ഒരു സോളിഡ് ടീം തന്നെയാണ്, അതിന് വലിയ ഡൗട്ടും കാര്യങ്ങളില്ല. മിഡ്ഫീൽഡും അത്യാവശ്യം കൺട്രോൾ എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെ ആഴ്സണലിനുണ്ട്. പക്ഷെ പ്രശ്നം വരുന്ന അറ്റാക്കിലാണ്. അവസരങ്ങൾ
ഉണ്ടാക്കിയെടുക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങൾ ക്ലിനിക്കലി ഫിനിഷ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ആർസണൽ ഈ സീസണിൽ വളരെ പിറകിലോട്ടാണ് എന്നുള്ളതാണ്. ആൻഡ് ക്രിയേറ്റിംഗ് ത്രൂ ദ മിഡിലിൻ്റെ കാര്യം ചിന്തിക്കേ വേണ്ട. സോ അതാണ് ആർസണലിൻ്റെ അവസ്ഥ. ഇവിടെ എനിക്ക് തോന്നുന്നു ആർസണലിന് കുറച്ചും കൂടി സിറ്റിയുടെ അടുത്ത് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നത് ട്രാൻസിഷൻ ഫേസിലായിരിക്കും. കാരണം ട്രാൻസിഷൻ ഫേസിൽ ബോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സിറ്റിക്ക് പെട്ടെന്ന് ആ ഒരു ട്രാൻസിഷൻ കീപ്പപ്പ് ചെയ്യാനായിട്ട് വിത്തൗട്ട് റോഡ്രി അവർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർസണലിൻ്റെ കൗണ്ടർ അറ്റാക്കിംഗ് എന്ന് പറയുന്നത് അത്ര അവരുടെ സ്ട്രോങ് സൂട്ടല്ല. ഈ ഒരു സീസണിൽ കൗണ്ടർ അറ്റാക്കിംഗ് വഴി അവരധികം ഗോളുകൾ നേടിയിട്ടുള്ള അതിനുള്ള എഫേർട്ടും അവരെടുക്കുന്നത് കുറവാണ്. സോ അതും അവിടെ ഒരു ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സോ എനിക്ക് തോന്നുന്നു ത്രൂ ദ വിങ്സ് ആണ് ആർസണലിൻ്റെ അറ്റാക്സ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. സോ അവിടെ ഈദൻ ന്യൂനറിയോ മാർട്ടിനെലിയോ പോലുള്ള പ്ലേയേഴ്സിന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരിക്കും മേ ബി സൺഡേ ആർസണലിന് മുതൽക്കൂട്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കാലങ്ങൾ മുമ്പ് വരെ അദ്ദേഹം തന്ന പോലെ മാജിക്കൽ പെർഫോമൻസ് ത്രൂ ദ മിഡിൽ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയണം. അതുപോലെ മിഡ്ഫീൽഡിൽ നിന്നും ഡെക്ലാൻ റൈസിൻ്റെ പ്രോഗ്രസീവായുള്ള മൂവ്സും ആർസണലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഡെക്ലാൻ റൈസ് ബോളുമായിട്ട് കുറച്ചും കൂടി ബോക്സിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറുന്നത്, ബോക്സിലേക്ക് പ്രോഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആർസണലിന് ഈ ഒരു മത്സരത്തേക്ക് കടന്നു വരുമ്പോൾ. സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് മിഡ്ഫീൽഡിൽ ബോൾ കൺട്രോൾ എത്ര കിട്ടും എന്നുള്ളത് നമുക്കറിയാം. സിറ്റിയുടെ മിഡ്ഫീൽഡ് അത്യാവശ്യം ഏജ്ഡൊക്കെയാണ്, പഴയ പോലെ സ്പീഡും കാര്യങ്ങളും ആ പ്ലേയേഴ്സിന് കിട്ടുന്നില്ല. എസ്പെഷ്യലി ബെർണാർഡോ സിൽവയുടെയും ഗുൻഡോഗൻ്റെയും കാര്യമൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ അത് എത്രത്തോളം അവർക്ക് ഓവർ ക്രൗഡ് ചെയ്തിട്ടാണെങ്കിലും മിഡ്ഫീൽഡിൽ എത്രത്തോളം കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും, അതേപോലെ പന്ത് റിക്കവർ ചെയ്തതിന് ശേഷം എത്ര ക്വിക്കായിട്ട് ആർസണലിൻ്റെ ഡിഫൻസിനെ സർപ്രൈസ് ചെയ്യാൻ അവർക്ക് കഴിയും എന്നുള്ളതൊക്കെ ഈ ഒരു മത്സരത്തിൽ വലിയൊരു ഫാക്ടർ ആയേക്കാം. അതേപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലും സിറ്റി അത്യാവശ്യം ലോങ് ബോൾസ് ട്രൈ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അത് പക്ഷേ ആർസണലിൻ്റെ ഡിഫൻസിനെതിരെ അഗൈൻസ്റ്റ് സാലിബയും എല്ലാം മിക്കവരും 6 അടിക്ക് മേലെയാണ് സാലിബയും ഗബ്രിയേലൊക്കെ. സോ അവരുടെയൊക്കെ എടുത്തത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഡിഫൻസീവ് വിങ്ങേഴ്സായ ഗ്വാർഡിയോളിനും ന്യൂനസിനും എത്രത്തോളം അറ്റാക്കിംഗ് ഫ്രീഡം അഗെയിൻസ്റ്റ് ആർസണൽ കിട്ടും എന്നുള്ളതൊക്കെ ഈ ഒരു മത്സരത്തിൽ സൺഡേ വളരെയധികം ക്യൂരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി പ്ലെയർ മാച്ചപ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഐറ്റത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹാലൻഡ് വാസസ് ഗബ്രിയേൽ. അത് ഒരു സൂപ്പർ സംഭവമായിരിക്കും. കാരണം ലാസ്റ്റ് ആ ഒരു മത്സരം കണ്ടവർക്കറിയാം, എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ ആർസണൽ കളിക്കാൻ പോയ മത്സരം കണ്ടവർക്കറിയാം 2-2 ഡ്രോയിലാണ് മത്സരം അവസാനിച്ചത്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ആർസണൽ 10 ആളായിട്ട് ചുരുങ്ങി. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ കടന്ന് പാക് ദ ബസ് പിടിച്ച് അവസാന മിനിറ്റിൽ 97-99 മിനിറ്റിൽ ജോൺ സ്റ്റോൺസിൻ്റെ ഗോളിലാണ് അന്ന് സിറ്റി 2-2 ഡ്രോ പിടിച്ചത്. പക്ഷെ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഹാലൻഡ് നെറ്റിൽ നിന്ന് പന്ത് എടുത്തതിന് ശേഷം ഗബ്രിയേൽ തിരിഞ്ഞു നിന്ന ഡിഫൻഡറായ ഗബ്രിയേലിൻ്റെ തലയ്ക്ക് പന്ത് എറിഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം മത്സരത്തിന് ശേഷം മിക്കേൽ ആർട്ടറ്റയുടെ അടുത്ത് എർലിംഗ് ഹാലൻഡ് പറയുന്നുണ്ട് സ്റ്റേ ഹമ്പിൾ എന്ന്. ചോദിക്കാൻ ചെന്ന ഗബ്രിയേൽ ജീസസിൻ്റെ അടുത്ത് തട്ടിക്കയറുന്നുമുണ്ട്. സോ അതിനൊക്കെ ശേഷം ഗബ്രിയേൽ ഡിഫൻഡറായ ഗബ്രിയേൽ അതൊരു മറുപടിയും കൊടുക്കുന്നുണ്ട്, സി യു അറ്റ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് സ്റ്റേ ഹമ്പിൾ വാസസ് സി യു അറ്റ് എമിറേറ്റ്സ്. ഇതൊരു വല്ലാത്തൊരു മാച്ചപ്പ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ. ഗബ്രിയേലിന് ഹാലൻഡിനെ അത്രത്തോളം പൂട്ടാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു മത്സരത്തിൽ എല്ലാ ഫാൻസും, ബോത്ത് സിറ്റി ഫാൻസ് ആണെങ്കിലും ആർസണൽ ഫാൻസ് ആണെങ്കിലും വളരെ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മാച്ചപ്പ് തന്നെയാണിത്. അതേപോലെ ആർസണൽ ഫാൻസ് കട്ട വെയിറ്റിംഗ് ആയിരിക്കും. ഈ മത്സരത്തിൽ സിറ്റി എങ്ങാനും തോറ്റ് കഴിഞ്ഞാൽ ഹാലൻഡിനോട് ഒരുമിച്ച് ഉറക്കെ പറയാൻ സ്റ്റേ ഹമ്പിൾ എന്ന്. എനിക്ക് തോന്നുന്നു ആട്ടറ്റീം വെയിറ്റിംഗ് ആയിരിക്കും. എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് ഈ ഒരു മത്സരം എങ്ങാനും സിറ്റി തോക്കുകയാണെങ്കിൽ. സോ അന്ന് ക്യാമറ ഷൂട്ട് ചെയ്ത പോലെ കറക്റ്റായിട്ട് ക്യാമറ കിട്ടണം. അത് മേ ബി ഒരു പ്ലെയർ ചെന്നിട്ട്, ആർട്ടറ്റ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു പ്ലെയർ ചെന്നിട്ട് നടന്നു പോകുന്ന ഹാലൻഡിനോട് സ്റ്റേ ഹമ്പിൾ എന്ന് തിരിച്ചു വേണം, കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടുകയും വേണം. എനിക്ക് തോന്നുന്നു ഗബ്രിയേൽ ജീസസ് ആണ് അതിന് പറ്റിയ ഒരാൾ. കാരണം ആ സമയത്ത് ചോദിക്കാൻ ചെന്ന ഗബ്രിയേൽ ജീസസ് ആയിരുന്നു, പക്ഷേ ആൾ ഇൻജേർഡ് ആണ്. സോ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഡിഫൻഡറായി ഗബ്രിയേൽ തന്നെ മതി. ഗബ്രിയേൽ അതിന് പറ്റിയ ആളാണ്, അതിന് പറ്റിയ സ്കെയിലുള്ള ആൾ തന്നെയാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ക്യാമറയിലും കിട്ടണം. അത് വല്ലാത്തൊരു ആർസണൽ ഫാൻ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ലെറ്റ്സ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്, എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ സൺഡേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം. സോ നൗ ഇറ്റ്സ് പ്രഡിക്ഷൻ ടൈം. ഒരു ഹൈ സ്കോറിംഗ് ഗെയിം സൺഡേ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ചെറിയൊരു എഡ്ജ് ഞാൻ ആർസണലിന് കൊടുക്കുന്നുണ്ട്. സോ ഒരു 2-1 വിജയമാണ് ഞാൻ ആർസണലിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വൂൾസായിട്ടുള്ള മത്സരത്തിലൊക്കെ സാഹചര്യങ്ങൾ എതിരായപ്പോൾ കൂടി ആർസണൽ പ്ലേയേഴ്സിനും വളരെ നല്ല മെൻറ്റാലിറ്റിയും പെർഫോമൻസും കാഴ്ചവെച്ചിരുന്നു. സോ അതിന് ഞാൻ ഇത്തിരി ഇമ്പ്രസ്ഡ് ആണ്. സോ ഒരു എഡ്ജ് ഞാൻ ആർസണലിന് കൊടുക്കുന്നുണ്ട്.
നേരിയ എഡ്ജ് ആഴ്സണലിന് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും സിറ്റിയായുള്ള മത്സരത്തിൽ റീസെൻറ്റ് ഹിസ്റ്ററി ഒക്കെ ഉള്ള കാരണം ആഴ്സണൽ പ്ലേയേഴ്സൊക്കെ വളരെ പമ്പഡായിരിക്കും. സിറ്റി പ്ലേയേഴ്സ് അത്യാവശ്യം പമ്പഡായിരിക്കും. പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ പോലെ അവസാന നിമിഷം വരെ ഇടിച്ചു നിൽക്കാൻ സിറ്റി പ്ലേയേഴ്സിന് കഴിയുമെന്ന് എനിക്ക് ഈ ഒരു മത്സരത്തിൽ തോന്നുന്നില്ല. പക്ഷേ പെപ് ഗാർഡിയോളയാണ്. സോ എന്തും സംഭവിക്കാം. എനിവേ ഈ ഒരു ഡൗൺഫാളിന് ശേഷം അധികം വൈകാതെ തന്നെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് അവർ വരുന്നത്. എന്നിട്ടും ആർട്ടറ്റയെ തോൽപ്പിക്കാൻ പെപ് ഗാർഡിയോളയ്ക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കേൽ ആർട്ടറ്റയുടെ ഒരു വലിയൊരു തോൽവിയായിട്ട് തന്നെ, വലിയ ഡിസ്ഗ്രേസ് ആയിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഐ ഹോപ്പ് അത് സംഭവിക്കില്ലേ എന്നുള്ളതാണ്. ആസ് ആൻ ആഴ്സണൽ ഫാൻ അങ്ങനെ നടക്കല്ലേ എന്നുള്ളതിനാണ് എൻ്റെ ആഗ്രഹം. എനിവേ സൺഡേ കണ്ടറിയാം ശിഷ്യനാണോ ഗുരുവാണോ, മിക്കേൽ ആർട്ടറ്റയാണോ പെപ് ഗാർഡിയോളയാണോ, അത് രണ്ടുപേരും കൈകൊടുത്ത് പിരിയോ എന്നുള്ള കാര്യം നമുക്ക് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കണ്ടറിയാവുന്നൊരു കാര്യമാണ്. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ അതെന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും രേഖപ്പെടുത്താൻ നോക്കാട്ടോ. ആൻഡ് അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ചാനലിൽ വരുന്ന കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.